ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. കർമ്മഗതിയെക്കുറിച്ച് വീണ്ടും നമുക്ക് ഭഗവാൻ വിവരിച്ചു തരികയാണ്. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതം. ഇനി അതിൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കാം. ദോഷമുണ്ടെങ്കിലും പാർത്ഥ സ്വകർമ്മത്തെ ത്യജിക്കൊലാം. അഗ്നിയെ പുക പോൽ ദോഷ ആവൃതം സർവകർമ്മവും. ദോഷമുണ്ടെങ്കിലും പാർത്ഥ, അല്ലയോ പാർത്ഥ. പാർത്ഥ എന്നാൽ പൃഥ്വിയിൽ നിന്നും ജനിച്ചവൻ. നമ്മളൊക്കെ പൃഥ്വിയിൽ നിന്നും ജനിച്ചവർ തന്നെയാണ്. നമ്മളൊക്കെ പാർത്ഥന്മാരാണ്. അതുകൊണ്ടാണ് പാർത്ഥൻ എന്ന സംബോധന അർജുനനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മയൊക്കെ സംബന്ധിക്കുന്നതാണ് പാർത്ഥ എന്നത്. ദോഷമുണ്ടെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായ കർമ്മം, സഹജമായ നമ്മുടെ ജന്മനാ നാം ചെയ്യേണ്ടതായ കർമ്മം ദോഷമുള്ളതാണെങ്കിലും അത് ത്യജിക്കരുത് എന്നാണ്. കാരണം അത് നാം തന്നെ ചെയ്യേണ്ടതാണ്, വേറെ ഒരാൾ പകരം വയ്ക്കാൻ ഉള്ളതല്ല. എത്ര ദോഷമുള്ളതാണെങ്കിലും അവനവൻ ചെയ്യേണ്ട കർമ്മം അവനവൻ ചെയ്യുക തന്നെ വേണം. അതാണ് ദോഷമുണ്ടെങ്കിലും പാർത്ഥ സ്വകർമ്മത്തെ ത്യജിക്കല. സ്വന്തം കർമ്മത്തെ നമ്മൾ ഒരിക്കലും ദോഷമുള്ളതാണെങ്കിൽ പോലും അത് ഉപേക്ഷിക്കരുത്. ഇതുപോലെ അഗ്നിയെ പുക പോൽ ദോഷ ആവൃതം സർവകർമ്മവും. അഗ്നിയെ പുക മറയ്ക്കുന്നത് പോലെ, അതുപോലെ അഗ്നിക്ക് ദോഷമാണല്ലോ പുക എന്ന് പറയുന്നത്. അതുപോലെ ഏത് കർമ്മത്തിനും കർമ്മ സംസ്കാരം അല്ലെങ്കിൽ കർമ്മവാസന എന്ന സ്വഭാവത്തോടു കൂടിയതാണ്. ഏത് കർമ്മവും, സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായാലും ഒക്കെയും ബന്ധങ്ങൾ എന്നറിയുക എന്നാണ്. സൽക്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും ഏത് കർമ്മത്തിനും ദോഷവശങ്ങൾ ഉണ്ട്. എന്താണ് ആ ദോഷം? കർമ്മ സംസ്കാരം ഉണ്ടാകുന്നു, കർമ്മത്താൽ ബന്ധിക്കപ്പെടുന്നു. അതാണ് കർമ്മം കൊണ്ടുള്ള ദോഷം. അത് താൻ ചെയ്യേണ്ടതാണെങ്കിൽ തന്നെയും, സഹജമായി ഞാൻ ചെയ്യേണ്ട കർമ്മമാണെങ്കിലും ആ കർമ്മം ദോഷം. എന്നാൽ അത് കർമ്മവാസനകളെ ഉണ്ടാക്കുന്നവയാണ്. അങ്ങനെയാണ് ഓരോ കർമ്മവും ജീവനെ ഇവിടെ ബന്ധിക്കുന്നത്. കെട്ടുകളായത് കർമ്മം ജീവന്, കെട്ടുകളറ്റേ മുക്തി വരൂദൃഢം. കെട്ടുകളോ ഫലഭുക്തിയാതീരും, കെട്ടായി ഇനിയും നാരായണ ജയ. നമ്മയൊക്കെ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, ജനന മരണാദികൾക്കും ജീവിത ക്ലേശങ്ങൾക്കും കാരണമായിരിക്കുന്നത് നാം ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ നമ്മെ ബന്ധിച്ചിരിക്കുന്നു. അതാണ് കെട്ടുകളായത് കർമ്മം. ഓരോ ജീവനും ആ കെട്ടുകളാണ് കർമ്മം. ആ കെട്ടുകൾ എന്ന ദോഷത്തോടു കൂടിയതാണ് കർമ്മങ്ങളെല്ലാം തന്നെ എന്നാണ്. ദോഷമുണ്ടെങ്കിലും പാർത്ഥ സ്വകർമ്മത്തെ ത്യജിക്കലാം. അതുകൊണ്ട് നാം കർമ്മത്തെ ബന്ധനം കൂടാതെ ചെയ്തിരിക്കണം. അതെങ്ങനെയാണ്? അതിനും പരിഹാരമുണ്ട്. കേൾക്കണമെളുതായുണ്ടു രഹസ്യം, ദുഷ്കൃതവും നിജസുഹൃതവുമെല്ലാം കാക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക സതതം നാരായണ ജയം.
ഈ കർമ്മം നമ്മെ ബന്ധിക്കാതിരിക്കാൻ, നമുക്ക് കെട്ടായി വരാതിരിക്കാൻ നാം എന്തു ചെയ്യണം? ഇതുവരെയുള്ള കെട്ടുകൾ, നമുക്ക് ആ ഉള്ള കെട്ടുകൾ അനുഭവം കൊണ്ട് തീരും. ഇനി കെട്ടരുത്. ഇനി കെട്ടുകളായി ഭവിക്കാതിരിക്കാൻ എപ്രകാരമാണ് കർമ്മം ചെയ്യേണ്ടത്? നാം ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാന് സമർപ്പിക്കുക. ദുഷ്കൃതവും നിജസുഹൃതവുമെല്ലാം കാക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിലാക്കുക. ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും. എല്ലാ കർമ്മത്തിനും ദോഷമുണ്ട്. ദോഷം എന്താണ്? ആ കർമ്മം നമുക്ക് കെട്ടുകളായി ഭവിക്കുന്നു, കർമ്മവാസനകളെ ഉണ്ടാക്കുന്നു. അതാണ് കെട്ടുകൾ. അതിനാൽ അത് കെട്ടാതിരിക്കണമെങ്കിൽ കർത്തൃത്വബുദ്ധിയും ഫലേച്ഛയും കൂടാതെ ചെയ്യണം. എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്നു. ഭഗവാനാണ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ബോധത്തിൽ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിന് ദോഷം ഭവിക്കുകയില്ല. അങ്ങനെ ദോഷം ഭവിക്കാത്ത വിധത്തിൽ വേണം കർമ്മം ചെയ്യാൻ. എത്ര നല്ല കർമ്മമാണെങ്കിലും, സൽക്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും ഈ കർമ്മ സംസ്കാരം എന്ന ദോഷം അതിനുള്ളതാണ്. അതിനാൽ നാം കർമ്മം എങ്ങനെ ചെയ്യണം? ഈശ്വര സമർപ്പണത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. നാം ഇവിടെ ജനിച്ചു വന്നു, നാം ഇച്ഛിച്ചല്ല. വാസ്തവത്തിൽ ആരിച്ഛിച്ചാണോ ജന്മം തന്നു ധരിത്രി, മൃത്യുവിനിരയാകാനും ആരു കൽപ്പിച്ചു കൂട്ടരെ. ഈ ജന്മം തന്നത് നാം ഇച്ഛിച്ചിട്ടല്ല, ഈശ്വരൻ്റെ ഇച്ഛയാണ് ജന്മം, ജീവിതം, മരണം എന്നത്. അതാണ് ആരിച്ഛിച്ചാണു ജന്മം തന്നു ധരിത്രിയിൽ, മൃത്യുവിനിരയാകാനും ആരു കൽപ്പിച്ചു കൂട്ടരെ. ആദി അന്തങ്ങൾ അജ്ഞാതം. ആരാണ് തന്നത്? ആദ്യത്തെ ജന്മം ആരാണ് തന്നത്? മരണവും ആരാണ് തന്നത്? അത് രണ്ടും നമുക്കറിയാൻ കഴിയില്ലെങ്കിൽ ജീവിതം ആരാനും തൻ്റേതെന്ന് ധരിക്കുമോ? ഈ ഇടക്കാലമായിരിക്കുന്ന ജീവിതം, ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഈ കാലം എൻ്റേതാണ് എന്ന് ധരിക്കരുത്. ആദ്യം ആരുടെ നിശ്ചയമാണോ, അവസാനം ആരുടെ നിശ്ചയമാണോ, ആ പരമ്പൊരുളിൻ്റെ നിശ്ചയമാണ് ഇടയ്ക്കുള്ള കാലവും ആ മധ്യകാലവും. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ആ സമർപ്പണ ബുദ്ധി നമുക്കുണ്ടായാൽ നമ്മെ സംരക്ഷിക്കേണ്ട, നമ്മെ വഹിക്കേണ്ട ചുമതല ഈ പ്രപഞ്ചത്തിന് ആധാരഭൂതമായിരിക്കുന്ന ആ സർവേശ്വരനാണുള്ളത്. പിന്നെ നമുക്കൊരു ഭാരവുമില്ല. ഭാരം ബർത്തിൽ വെച്ച് സുഖമായി തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് പോലെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ദേഹം ഉപേക്ഷിക്കുന്നത് വരെ ജീവിച്ചു പോകാം എന്നാണ് നമുക്ക് ഭഗവാൻ തരുന്ന നിർദ്ദേശം. ദോഷമുണ്ടെങ്കിലും വാർത്ത സ്വകർമ്മത്തെ ത്യജിക്വല, അഗ്നിയെ പുക പോൽ ദോഷ രാവൃതം സർവകർമ്മവും.